പുഷ്പ ഒന്നാം ഭാഗത്തിന്റെ ട്രെയിലറിന്റെ അവസാനം ഒരൊറ്റ പഞ്ച് കൊണ്ട് ആ ട്രെയിലർ മൊത്തം സ്വന്തം പേരിലാക്കിയ ഫഫ മാജിക്. പാർട്ടിയില്ലേ പുഷ്പ എന്ന ഡയലോഗും ഭൻവർ സിംഗ് ഷെഖാവത്തും ചുരുക്കം സ്ക്രീൻ ടൈമിനുള്ളിൽ വന്ന് ഞെട്ടിച്ചിട്ട് പോയി. ഹീറോ എല്ലാം നേടി ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോൾ അയാളെ താഴേക്ക് വീഴ്ത്താൻ കെൽപ്പുള്ള ഒരാൾ വേണം. അതിന് ഞങ്ങൾക്ക് ഒരു നല്ല ആക്ടർ മാത്രമല്ല, നല്ല സ്റ്റാറിനെ വേണമായിരുന്നു. അങ്ങനെയാണ് ആ കഥാപാത്രം ഫഹദിലേക്ക് എത്തുന്നത് എന്നായിരുന്നു ഫഹദിനെ കുറിച്ച് അന്ന് അല്ലു അർജുൻ പറഞ്ഞത്. ചുരുക്കം നേരത്തേക്കാണെങ്കിലും ഭൻവർ സിംഗ് ഞെട്ടിച്ചു. ഇപ്പോൾ പുഷ്പ രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ അല്ലുവിനൊപ്പം പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അയാളുടെ വില്ലനസത്തിന് കൂടി വേണ്ടിയാണ്. പുഷ്പയെ കൊണ്ടുവരെ സാർ എന്ന് വിളിപ്പിച്ച ഭൻവർ സിംഗ് ഷെഖാവത്ത്. പുഷ്പ ആദ്യ ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനുമിടയിൽ ഫഹദ് ഫാസിൽ എന്ന അഭിനേതാവ് ഒരുപാട് വളർന്നിരിക്കുന്നു. അഭിനേതാവെന്ന നിലയിൽ തുടക്കം മുതലേ പുതിയ ബെഞ്ച് മാർക്കുകൾ സൃഷ്ടിച്ച ഫഹദിന്റെ താരമൂല്യം കത്തിക്കേറിയ വർഷങ്ങളാണ് ഇക്കഴിഞ്ഞത്. ഇന്ന് അയാൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. തമിഴിലും തെലുങ്കിലും ഉൾപ്പെടെ മാർക്കറ്റ് വാല്യൂ ഉള്ള അഭിനേതാവായി ഫഹദ് മാറി. കോവിഡ് കാലത്തായിരുന്നു ഫഹദിന്റെ ശരിക്കുള്ള പാൻ ഇന്ത്യൻ വളർച്ച. മാലിക്, സി യു സൂൺ എന്നീ സിനിമകൾ OTT റിലീസിലൂടെ ലോകത്താകമാനമുള്ള പ്രേക്ഷകരിലേക്ക് എത്തി. ഒപ്പം ഫഹദ് എന്ന താരവും. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രവും ഷമ്മി എന്ന സൈക്കോയും അതിനൊപ്പം ശ്രദ്ധിക്കപ്പെട്ടതോടെ മോഹൻലാലും മമ്മൂട്ടിയും ദുൽഖറും പൃഥ്വിരാജും നേരത്തെ കൈയടക്കിയ അന്യഭാഷാ മാർക്കറ്റിലേക്ക് ഫഹദ് അങ്ങനെ ചുവടുവെപ്പ് നടത്തി. ബാംഗ്ലൂർ ഡേയ്സ് തമിഴ്നാട്ടിൽ ഹിറ്റായിരിക്കുന്ന സമയത്ത് നസ്രിയുടെ ജീവിത പങ്കാളി എന്ന നിലയിലാണ് ഫഹദിനെ അവിടുത്തെ പ്രേക്ഷകർ അഡ്രസ്സ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് വേലൈക്കാരൻ, സൂപ്പർ ഡീലക്സ് എന്നീ സിനിമകളിലൂടെ ഫഹദ് തമിഴ് പ്രേക്ഷകർക്ക് സുപരിചിതനായി. എന്നാൽ പുഷ്പ എത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. ഫഹദിലെ വില്ലനെ അഴിച്ചുവിട്ട കാഴ്ചയായിരുന്നു ചിത്രത്തിൽ പ്രേക്ഷകർ കണ്ടത്. ഷമ്മിയിലൂടെ അയാളിലെ വില്ലന്റെ സ്പാർക്ക് മലയാളികൾക്ക് ലഭിച്ചിരുന്നെങ്കിലും പുഷ്പ അന്യഭാഷ പ്രേക്ഷകരെ ഞെട്ടിച്ചു. പുഷ്പ ഫഹദിലെ പാൻ ഇന്ത്യൻ സ്റ്റാറിന്റെ വളർച്ചയ്ക്ക് തിയേറ്ററിൽ തുടക്കമിട്ട സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. ചിത്രത്തിനു ശേഷം നിരവധി അന്യഭാഷാ സിനിമകളാണ് ഫഹദിനെ തേടിയെത്തിയത്. ലോകേഷ് കനകരാജ് ചിത്രമായ വിക്രത്തിലെ അമർ എന്ന കഥാപാത്രം ഫഹദിന്റെ കരിയറിൽ തന്നെ മികച്ച വേഷങ്ങളൊന്നായി. കമൽഹാസനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന പ്രകടനവും മീറപ്പെടും എന്ന ഹുക്ക് ലൈനും ട്രെൻഡിംഗ് ആയി. തുടർന്നെത്തിയ മാമന്നലിലെ രത്നവിൽ തമിഴ് പ്രേക്ഷകരെ ഒന്നടങ്കം ഫഹദ് ഫാസിലിലെ അഭിനേതാവിന്റെ ചൂടറിയിച്ച പടമായിരുന്നു. ആവേശത്തിലെ രംഗണ്ണൻ ഒരു ആക്ടറുടെ സ്ക്രീനിലെ അഴിഞ്ഞാട്ടത്തിന്റെ എക്സ്ട്രീം വേർഷനായിരുന്നു. വൈറ്റ് ആൻഡ് വൈറ്റ് വേഷവും സ്വർണ്ണമാലയും എട മോനെ എന്ന പഞ്ച് ഡയലോഗും ഒക്കെ കൂടി ഒരു പക്ക കമേഴ്ഷ്യൽ അർമാദിക്കൽ. മലയാളം വേർഷൻ മാത്രമാണ് തിയേറ്ററിൽ ഇറങ്ങിയതെങ്കിലും ആവേശം തമിഴിലും തെലുങ്കിലും നോർത്തിലുമടക്കം ട്രെൻഡിംഗ് ആയി. രംഗണ്ണന്റെ ലുക്കും ഡയലോഗുകളും പടത്തിന്റെ ആക്ഷൻ സീനുകളുമെല്ലാം ഭാഷാഭേദമന്യേ തിയേറ്ററുകളിൽ നിറഞ്ഞോടി. സിനിമയിലെ ഗാനങ്ങളും പ്ലേലിസ്റ്റുകൾ അടക്കി ഭരിച്ചു. മഞ്ഞുമൽ ബോയ്സിന് ശേഷം ആവേശത്തിലൂടെ തമിഴ്നാട്ടിൽ മലയാള സിനിമ മാർക്കറ്റ് നിലനിർത്തിയപ്പോൾ ഫഹദ് എന്ന സ്റ്റാർ കൂടി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് അയാൾക്ക് അന്യഭാഷ സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ഫേസ് വാല്യൂ ഉണ്ട്. നോർത്തിൽ പല വമ്പൻ പേജുകളും ട്വിറ്റർ ഹാൻഡിലുകളും ഫഹദിന്റെ അഭിനയത്തെ പുകഴ്ത്തി വീഡിയോകളും എഴുത്തുകളും പോസ്റ്റുകളും ചെയ്യുന്നു. അയാളുടെ കണ്ണുകളെപ്പറ്റിയും ഓരോ ചെറു ചലനങ്ങളെപ്പറ്റിയും വാചാലരാകുന്നു. ബാംഗ്ലൂർ ഡേയ്സും ചാർലിയും പ്രേമത്തിനുമപ്പുറം മലയാള സിനിമയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത സാധാരണ ബോളിവുഡ് പ്രേക്ഷകർ പോലും മലയാള സിനിമയെയും ഫഹദിനെയും ശ്രദ്ധിച്ചു തുടങ്ങി. പുഷ്പ 2 ഇറങ്ങുമ്പോൾ അത് ഫഹദിന് ലഭിക്കുന്ന ഏറ്റവും വലിയ റീച്ചാണ്. തമിഴിലും തെലുങ്കിലും അയാൾ ഉണ്ടാക്കിയെടുത്ത മാർക്കറ്റിനെ അതിൻ്റെ 10 മടങ്ങാക്കാൻ പുഷ്പയിലൂടെ ഫഹദിന് സാധിക്കും. നോർത്തിൽ അയാളുടെ അഭിനയം കണ്ട് അത്ഭുതപ്പെട്ടവർക്ക് പുതിയൊരു അധ്യായമായിരിക്കും പുഷ്പ 2. ലോകത്താകമാനം 12,000 സ്ക്രീനുകളിൽ 6 ഭാഷകളിലെത്തുന്ന ചിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ അതിലൂടെ ഫഹദിന് കിട്ടുന്ന സ്വീകാര്യത ചെറുതല്ല. ഭൻവർ സിംഗ് ഷെഖാവത്ത് പുഷ്പരാജിന് മുകളിൽ കത്തിക്കയറുമെന്നതിൽ സംശയമില്ല. വെറും മിനിറ്റുകൾ മാത്രം കൊണ്ട് ആദ്യ ഭാഗത്തിൽ അയാൾ കയ്യടി നേടിയെങ്കിൽ 3.5 മണിക്കൂർ നീളുന്ന രണ്ടാം അധ്യായത്തിൽ ഫഹദ് അഴിഞ്ഞാടുമെന്നത് തീർച്ച.